The drop. നശിപ്പിച്ച് എൻട്രി നശിപ്പിച്ച് ഒന്നും മിണ്ടായിടാ. ഇപ്പൊ വണ്ടി ഇടിച്ച് ചത്താന മനുഷ്യൻ. എന്റെ പൊന്നടാവേ, എന്ത് തണുപ്പത്! മഴ മാറിയിട്ട് ഇറങ്ങിയാൽ മതിയായിരുന്നു. പിന്നെ നിന്റെ അമ്മായിപ്പന്റെ ബസ്സല്ലേ അത്? ഐസ് മൊത്തം നനഞ്ഞു. നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞത് അവിടെ ഇങ്ങനെ കേറാൻ. അപ്പൊ അവന്റെ ഉടുക്കത്തൊരു സ്ലോ മോഷൻ. ഇപ്പൊ സമാധാനമായല്ലോ. ഓ ഓ ഓ അതിന്റെ ഒരു എന്തേക്കാകുമ്പോ അതിന്റേതായ രീതികളൊക്കെ ഉണ്ട്. ചുമ്മാ ഇങ്ങനെ ചാടി കയറി പോയാൻ പറ്റുമോന്ന് ശിവന്മാരിത്. മതി മതി. മോനെ മാധു, നീ ഇവിടെ ഉണ്ടായിരുന്നോ? ചേട്ടൻ കണ്ടില്ലടാ. നീ വന്നേ, ഞാൻ സ്നേഹിക്കട്ടെ. ഇവനിത് മാറി നിക്കടാ. ഇനി എന്നെ കൂടെ നനക്കി. അത് നിന്നെ കണ്ട ആവശ്യത്തിൽ പറ്റിപ്പോയതല്ലടാ. അല്ലെ നിനക്കൊക്കെ എന്നോട് സ്നേഹമുണ്ടോ? ഉണ്ടോന്ന്? ഇല്ല. ഒന്ന് പോയടാ. എന്റെ പൊന്നു മാധു, ബസ്സിൽ ഒരു ഹിന്ദിക്കാരി പെങ്കൊച്ചു കയറി. നിർഭാഗ്യം എന്ന് പറയട്ടെ, അതിന്റെ സീറ്റ് ഞങ്ങളുടെ തൊട്ടടുത്ത്. കേറിയപ്പോ തൊട്ട് തുടങ്ങിയതാ ഇവൻ അതിന്റെ ചെവി തിന്നാൻ. ഇവൻ പറയണമെന്ന് അതിനും അവള് പറയണമെന്ന് ഇവനും മനസ്സിലാവണില്ല. എന്നാ തിരുവാ ഒന്ന് അടച്ചിരിക്കുക. അതില്ല. എന്തോ ഭാഗ്യം കൊണ്ട ബസ്സുകാരെടുത്ത് പുറത്തിടാതിരുന്നത്. പിന്നെ ആരും ഒന്നും എനിക്ക് മനസ്സിലായില്ലാന്ന്. അങ്ങനെ പുച്ഛിക്കൊന്നും വേണ്ട. പിന്നെ ആ പെങ്കൊച്ച അച്ഛാന്ന് പറഞ്ഞപ്പോ അച്ഛൻ വീട്ടിലുണ്ടെന്ന് പറഞ്ഞവനായിരിക്കുന്നത്. അത് കൊള്ളാം. അനന്തോ നിനക്ക് ഒരു മാറ്റമില്ലല്ലോ. എടാ ഇവൻ, അതെ അവനെ വിട്. മനുഷ്യന് തണുത്തിട്ട് വയ്യ. വാ പോകാം. വന്ന് കേറ്. വാ പോയേക്കാം. നീ കൊറേ നേരമായി വന്നിട്ട്? ഇല്ലടാ, ഇപ്പൊ ഇങ്ങ് വന്നേ ഉള്ളൂ. അല്ലെ നമ്മളെങ്ങും ആർക്കും വേണ്ടല്ലോ. എന്റെ രാമൻകുട്ടി ഇങ്ങ് വന്നേടാ നീ. ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ അങ്ങനെ വിളിക്കരുതെന്ന്. ഓ എങ്കിൽ ആനന്ദറാം സാർ കീറിയാലും. ധനയോഗം, കാര്യലാഭം, ഉദ്ദിഷ്ട കാര്യലബ്ധി, സ്വാദിഷ്ട നോൺ വെജ് ഭക്ഷണം എല്ലാം കൂടെ ചേർന്നൊരു നല്ല കണി കാണിക്കുന്ന ഈശ്വര. சொல்லுதே தனிமையே சுகமாகும் இனிமையே இனி நாடும் காதல் மோதல் எனக்குள்ளே ஏனோ இதயம் தீந்தி சொல்லுதே. പോയി ഇന്നത്തെ ദിവസം പോയി. അല്ലേലും ഐശ്വര്യ കണ്ടാൽ നിനക്ക് പിടിക്കില്ലല്ലോ. ഐശ്വര്യ ദേവനെ എപ്പ ലാൻഡ് ചെയ്ത്? ഇന്നലെ നൈറ്റ്. ഞാൻ ഈ വീട്ടിൽ തന്നെ അല്ലായിരുന്നു. എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ. മൂക്കുമുട്ടെ ഫുഡ് മേടിച്ച് കയറി കിടന്നുണങ്ങിയ ഇതൊന്നും അറിയില്ല. ഓ ആക്കിയതാണല്ലേ. അല്ല എന്ത് തോന്നി ഇങ്ങ് പോരാൻ? വിളിക്കുമ്പോ ഇന്ത്യൻ പ്രസിഡന്റിന് പോലും ഇല്ലാത്ത തിരക്ക് പറയുന്ന ആളാണല്ലോ. എന്നെ മാധു വിളിച്ചു, ഞാൻ വന്നു. കൂട്ടുകാരൻ വിളിച്ചാലോ വരൂ, നമ്മളെ വിളിച്ചാലൊന്നും വരൂല അല്ലെ? ഇതാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഫേക്ക് ക്ലബാണ്. ഓ ആയിക്കോട്ടെ. അല്ല എത്ര നാളിവിടെ കാണും? ഞാൻ ഉത്സവം കൂടി കഴിഞ്ഞ് ഞാൻ പിറ്റേന്ന് തന്നെ പോകും. അല്ലാണ്ട് നിന്നെപ്പോലെ മാസങ്ങളോളം എടുത്താൻ പഠിക്കാനൊന്നും എന്നെ കിട്ടൂല മോളെ. ഓ ഇയാള് വലിയൊരു ബിസി മാൻ വന്നേക്കുന്നു. ഡീഡി ഉടായിപ്പേ താൻ പോടോ കാട്ടുപൂച്ചേ.
ആഹാ, ഇതാര്? രാമൻകുട്ടിയോ? ഇതെപ്പോ എത്തി? ഡീ തീപ്പെട്ടിക്കൊള്ളി, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ അങ്ങനെ വിളിക്കരുതെന്ന്. ഓഹോ, ഇത്രയും ആരോഗ്യ അതെന്തുവായിരുന്നു? ആ പറഞ്ഞു കൊള്ളാക്കണ്ട, മനസ്സിലായി. ആ, അതായി എന്നെ. നിങ്ങൾക്ക് തീപ്പെട്ടിക്കൊള്ളിന്ന് വിളിക്കാമെങ്കിൽ എനിക്ക് രാമൻകുട്ടി എന്ന് വിളിക്കാം. ആനന്ദറാം എന്ന് നല്ല ഒന്നാന്തരം പേരുള്ള എന്നെ രാമൻകുട്ടി എന്ന് വിളിക്കുന്നത് നിന്നെ ഉണ്ടല്ലോ, പോയിട്ട് പൂജിക്കണമെന്നല്ലേ? കല്ല് പെറുക്കി എറിയണം. കമോൺ രാമൻകുട്ടി, എന്റെ നിന്നൊക്കെ ഒരു നിക്നെയിം കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാ അതൊരു പ്രിവിലേജ് ആണ് കേട്ടോ. വേണ്ടായിരുന്നു. ഡാ വാ പോവാം. ആ വാ പോവാം. അല്ല, നിങ്ങൾ അങ്ങോട്ടാ? അത് നീ അറിയണ്ട. എന്താ കിച്ച, ഒന്ന് പറ. നിനക്കറിയില്ല, കാരണം നീ കുട്ടിയാണ്. രണ്ടും ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് കിട്ടാണല്ലോ. ഇനി അതാണോ? എന്താണോന്ന്? അല്ല, വല്ല വില്ലേജ് ഡേറ്റ് ആണ്. വില്ലേജ് ഡേറ്റോ? അതായിരുത്തണ. എന്റെ ഫുജൂഷി മൈൻഡ് വെച്ച് നോക്കിയപ്പോ നിങ്ങൾ അവിടെ ഒന്നിച്ചാണല്ലോ താമസം. അപ്പോ ഒരു ദുർബല നിമിഷത്തില് കുരുപ്പേ, അതല്ലായിരുന്നല്ലേ? ദാ ഇത്തവണത്തെ സമാധാനത്തിലുള്ള നോബൽ പ്രൈസ് ആർക്കാന്നറിയോ നിനക്ക്? ആർക്കാ? ഇവളുടെ അമ്മയ്ക്ക് അച്ഛനും ഇമ്മാതിരി ഒരു സാധനത്തിൽ പടച്ചു വിട്ടതിനും സഹിക്കുന്നതിനും. നിങ്ങൾ ഇങ്ങനെ വികാരപരിചരിച്ചവരാവാതെ ഞാൻ ഇതൊരു ഡൗട്ട് പറഞ്ഞല്ലേ. ദേ ഇന്നത്തോടെ നിർത്തിക്കോ, അവളുടെ കുറെ ഡ്രാമ. വാടാ പോവാ. പോട്ടിന് തീപ്പെട്ടിക്കൊള്ളി. ഞാൻ പോടും രാമൻ കുട്ടി. എന്റെ ഫുജൂഷി മൈൻഡിന് ചങ്ങലക്കിടേണ്ടിയിരിക്കുന്നു. എന്റെ ബിയൽ പരമ്പര ദൈവങ്ങളെ കൺട്രോള് തരണേ. എന്തായാലും ഇരിക്കുമല്ലേ, എങ്കിൽ പിന്നെ വാരബലൊന്ന് നോക്കിയേക്കാം. പോയി മൂട് പോയി. ഇതിനൊന്നും ഒരു മാറ്റമില്ലല്ലോ. വൈ ഗോഡ്, വൈ മീ? നിനക്കെന്നെ ഇനിയും പരീക്ഷിച്ച് മതിയായില്ലേ? ഇതെന്താ ഇങ്ങനെ? വല്ലതെന്തോ വരാൻ പോകുന്നുണ്ടെന്ന് മനസ്സ് പറയുന്നുണ്ടല്ലോ. ഈ കുരിശോ? ഇതിപ്പോ വന്നു? ഇത് വെറും ശനിയല്ല, കണ്ടക ശനിയാ. ഇന്നിവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. ഒരുപാട് ചുമക്കണ്ട, ക്ഷയം വരും. എന്തേലും പറഞ്ഞു കോഴിക്കുഞ്ഞെ? ഇയാളെന്ത് ഞാൻ? അതെ, എനിക്ക് നല്ലൊരു പേരുണ്ട്, മാധുരി. അത് വിളിച്ചാൽ എന്താ കുഴപ്പം? അതെനിക്കൂടെ തോന്നണ്ടേ? താൻ പോടു കാട്ടുപൂച്ചൻ. എന്തേലും പറഞ്ഞോ? അങ്ങോട്ടൊന്നും ഒഴിഞ്ഞില്ല. നീ ഓരോ ദിവസം കഴിയുന്തോറും കുരുട്ടടക്കിയ പോലെ ആവുകയാണല്ലോടി. മമ്മിയോട് പറ കോംപ്ലാൻ മേടിച്ചു തരാൻ. എനിക്കറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. എന്നെ ഇങ്ങനെ ചൊറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് സുഖാ കിട്ടണേ? ആ എന്തോ ഒരു മനസ്സുഖം. ഹാ എന്താടകിച്ചു, ഇങ്ങനെയാണ് പറയുന്നേ? കുറച്ചുകൂടെ കൂട്ടിപ്പറ. ആഹാ, വിക്രമാദിത്യം വന്നപ്പോഴേ ഞാൻ ഓർത്തു വേതാളം വന്നില്ലല്ലോന്ന്. വേതാളോ? അപ്പൊ രാമൻകുട്ടി. അവളെ പറഞ്ഞാ മതി, അവളൊറ്റൊരുത്തിയായി പേരിവിടെ മൊത്തം പാട്ടാക്കിയത്. അല്ലേലും ആളറിഞ്ഞ പേരിടാൻ എന്റെ കുഞ്ഞച്ചി ബെസ്റ്റാ. അല്ല, രണ്ടും എപ്പ എത്തി? ലേറ്റാ വന്നാലും ലേറ്റസ്റ്റ് ആവറുവേ. ഓ, ഈ ആറ്റിറ്റ്യൂഡ് കാണുമ്പോഴാ. മാധു, ആ, നിങ്ങള് വന്നോ? പോകാം. ഏട്ടാ, ഇത് കണ്ടോ? എന്നെ വിളിക്കണ്ട, ഞാൻ ഈ കാര്യത്തിലേ ഇല്ല. നിങ്ങൾ എവിടെ പോവാ? പറയില്ല. അതെന്താ പറഞ്ഞാല്? കുഞ്ഞിക്കുട്ടികൾ അറിയണ്ട. ഓ ജാട. ഞാൻ കീ എടുത്തിട്ട് വരാം. നിക്ക്, ഞാനും വരുന്നു. മിസ് രേവതി കൃഷ്ണനെ
ഒന്ന് മുഖം കാണിച്ചിട്ട് വന്നേക്കാം. അവിടെ നിക്കടി. നിനക്ക് എന്നോട് ഈയിടെയായിട്ട് ഇച്ചിരി പുച്ഛം കൂടുതലല്ലേ എന്നൊരു സംശയം. ആണോ? എങ്കിൽ താൻ പോയി കേസ് കൊടുക്ക്. പിന്നെ പറ, ലോങ് ടൈം കഴിഞ്ഞ് കാണുമല്ലോ നിന്റെ കാട്ടുപൂച്ചനെ, എന്നിട്ടൊന്നും പറയാനില്ലേ? എന്തൊരു പിടുത്താ പിടിച്ചേക്കണേ, എന്റെ കൈ വേദനിക്കുന്നു. ആണോ? സാരിയില്ല, ഇടയ്ക്കൊക്കെ കിട്ടുന്നത് നല്ലതാ. ദേ ഒറ്റ കുത്തു വെച്ചേരും കേട്ടോ. ഓ പിന്നെ ഈ കുഞ്ഞു കൈ വെച്ചല്ലേ. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്റെ കയ്യിൽ നിന്ന് ഒരുപാട് മേടിച്ച കൂട്ടും മിസ്റ്റർ കൈലാസ് മഹേശ്വർ. ഞാൻ വാങ്ങിക്കാനും റെഡിയാണ് മിസ് മാധുരി കൃഷ്ണ. ഐഷ്, ഇയാളിത് കോഴിതരം കൈയെടുക്കണം മിസ്റ്റർ. ഓ പിന്നെ നിന്നോടല്ലേ. അതെന്താ, എനിക്ക് കൊമ്പുണ്ടോ? കൊമ്പില്ല, പക്ഷെ വേറെ പലതുണ്ട്. ഇങ്ങനെ ശരിയല്ല, തീരെ ശരിയല്ല. മാറിക്ക. ഹാ, ഞാൻ ചോദിച്ചത് പറ. അത് ഇങ്ങനെ നിന്നാണോ ചോദിക്കുന്നത്? പിന്നെ എനിക്ക് സുഖം, പരമസുഖം. അവിടെ സുഖാണെന്ന് വിശ്വസിക്കുന്നു. നിന്നെ എന്റെ കയ്യിൽ കിട്ടുടി കൂരിട്ടടക്കെ. അത് നമുക്ക് കാണാം. ഏട്ടാ, നിങ്ങൾ എവിടെ പോവാ? ഞങ്ങളിതേ ഇവന്റെ വീട്ടിൽ പോവാ. ഇവൻ നേരെ ഇങ്ങോട്ടല്ലേ വന്നേ. ഓ, ഇതിനാണോ ഇത്ര ബിൽഡപ്പ് ഇട്ടത്? ഇനി നീങ്ങാനും ഞങ്ങളോട് വരണോന്ന് പറഞ്ഞാലോ? പിന്നെ ഞാൻ എങ്ങും പറയൂല. എനിക്ക് എന്റെ കുഞ്ഞേച്ചിന്റെ കൂടെ പല പരിപാടികളും ഉണ്ട്. ആ, ചക്കിക്കത്ത ചങ്കരൻ തന്നെ. ഡാടാ വാ, വേഗം പോവാം. ഇല്ലതേ അവളിങ്ങി തുള്ളിച്ചാടി പോരും. ഇവിടെയൊക്കെ ഒരുപാട് മാറിപ്പോയി അല്ലടാ? എനിക്കൊരു മാറ്റം തോന്നുന്നില്ല. എല്ലാം നിങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അടിച്ചിരിക്കുന്നു. എന്റെ ഒരു വീക്ഷണ കോണത്തിൽ നമ്മളിപ്പോ പഴയ നിലയിലേക്ക് സഞ്ചരിക്കുകയാണോ എന്നൊരു സംശയം. എന്താ കത്തിൽ? അത് ഈ വീക്ഷണ കോണകത്തിൽ ആദ്യ കൂളിംഗ് ഗ്ലാസ് എടുത്ത് മാറ്റട പന്നി. ഓ, മൈ മിസ്റ്റേക്ക്. ഇവന് വലിയ മാറ്റമൊന്നുമില്ലല്ലോടാ. നിന്റെ കൂടെ ആയിരുന്നതുകൊണ്ട് ഇവൻ കുറച്ചെങ്കിലും നന്നാവോന്ന് ഞാൻ പ്രതീക്ഷിച്ചു. ആ, ബെസ്റ്റ്. എന്നെ തല്ലണ്ട, ഞാൻ നന്നാവൂല എന്ന് പറഞ്ഞു നടന്ന ഞാൻ എന്ത് ചെയ്യും? എടാ, ഞാനൊക്കെ റയർ പീസാണ്. അങ്ങനെ ചേഞ്ച് ആയ പറ്റുമോ? നീ കുഞ്ഞിനെ കണ്ടില്ലേ? അവളെ പോലെ അവള് മാത്രമേ ഉള്ളൂ. അയ്യോ, അതിനെ റയർന്നൊന്നും പറഞ്ഞാ പോരാ, വംശനാശം. ഇത്തവണ വന്നിട്ട് നിന്നെ ചൊല്ലല് തന്നെയായിരുന്നു അവളുടെ പണി. അതിനൊരു കുറവുമില്ലല്ലോ. എനിക്ക് മനസ്സിലാത്തത് അവിടെ ഇവിടെയെല്ലാം ചാടിക്കറി തുള്ളി നടക്കാൻ എങ്ങനെ സാധിക്കുന്നു. അതൊക്കെ അവക്ക് മാത്രമേ സാധിക്കൂ. വന്ന അന്ന് തൊട്ട് ഇന്ന് വരെ അവൾ ഒപ്പിച്ചു വെക്കുന്നതിന് ഒരു കൈയും കണക്കൂല. അതൊരിക്കലും മാറാനും പോകുന്നില്ല മോനെ. ആ മാധു, ആ ചന്ദ്രമാമേ, ഇതെവിടെ പോയതാ? ഉത്സവത്തിന്റെ സംഭാവന പിരിവിന് പോയതാ. നിന്നെ കണ്ടത് നന്നായി. ദേ ഈ റെസീറ്റ് അച്ഛനെ ഏൽപ്പിച്ചേക്ക്. ഞാൻ ഇതിനു വേണ്ടി ഇനി അങ്ങ് വരെ വരണ്ടല്ലോ. ആ ശരി മാമേ. സൂക്ഷിക്കണേടാ മോനെ, ഇതിനൊന്നു പോയാ മതി, ഭൂകമ്പം ഉണ്ടാക്കും അവന്മാര്. ഞാൻ നോക്കിക്കോളാന്നേ. അല്ല, ഇത് നമ്മുടെ ദേവികയുടെ മോനല്ലേ? എപ്പോ എത്തി? ആ അതെ, ഞങ്ങൾ ഇന്നലെ വന്നു. അതെന്താ മിസ്റ്റർ ചന്ദ്രമാമേ, നിങ്ങൾക്ക് ഈ എന്നെ കണ്ടുപിടിക്കണില്ലേ? അല്ല, ആരിത്? അനന്തുവോ? നീ ഉണ്ടോ? ഷോ, ഞാൻ നിന്നെ കണ്ടില്ലടാ. കണ്ടില്ലെന്നോ? ഇങ്ങനെ പല പോലെ നിൽക്കണ എന്നെ നിങ്ങൾ കണ്ടില്ലെന്നോ? ആ
അല്ലെങ്കിൽ നിങ്ങൾ ഈ നാട്ടിൻപുറത്തുള്ളവർക്ക് കുറച്ച് മോഡേൺ ആയിട്ടുള്ളവരെ കണ്ണി പിടിക്കില്ലല്ലോ. എന്തൊക്കെയാണ് അനന്തമോനെ നീ പറയുന്നേ? ഇപ്രാവശ്യത്തേക്ക് നീ ക്ഷമിച്ചു വിട് നീ. ആ, ഇപ്രാവശ്യം ക്ഷമിച്ചിരിക്കുന്നു. ഡോൺ റിപ്പീറ്റ്. ഓ, ഉത്തരവ് പോലെ. ഇപ്രാവശ്യം ഉത്സവത്തിന് എല്ലാരും ഉണ്ടല്ലോ. ഞങ്ങളില്ലാത്ത ഉത്സവം നോ, നെവർ. അപ്പൊ ഇപ്രാവശ്യത്തെ ഉത്സവം ഒന്ന് കൊഴുക്കുന്ന മട്ടുണ്ടല്ലോ മാധു. കൊഴുപ്പിക്കണല്ലോ. ഒന്നുമില്ലേലും നമ്മള് നടത്തുന്ന ഉത്സവല്ലേ. ആ, നടക്കട്ടെ. എങ്കിൽ ഞാനങ്ങ് പോയേക്കോടാ മോനെ. ലഗിച്ചു, നീ ഇതിപ്പോ പിടിച്ചോ, വീട്ടിലെത്തുമ്പോ തന്നാ മതി. ആ, കുഞ്ഞേച്ചി, നമുക്ക് പ്രാക്ടീസ് തുടങ്ങണ്ടേ? ഉയ്യോ, ഇനി അതുണ്ടല്ലോ. പിന്നെ ദിവസങ്ങളങ്ങ് ഓടിപ്പോകും. നമുക്ക് ആ പിള്ളേരെ കൂടെ കൂട്ടിയാലോ? നമ്മൾ മാത്രമാകുമ്പോ ഒരു രസമില്ല. ആ, എങ്കിൽ അവരെയും കൂട്ടാം. എനിക്കിതിരി വെള്ളം വേണം. നിക്ക്, ഞാൻ പോയി എടുത്തിട്ട് വരാം. രേവമ്മ എവിടെ? ഉത്സവം വരുമല്ലേ, അമ്മ അകത്ത് ഭയങ്കര ക്ലീനിങ്ങാ. ആ അലമാരക്കകത്തുള്ളതെല്ലാം വലിച്ചു വാരി പുറത്തിട്ടിട്ടുണ്ട്. രേവമ്മോ, എന്താ ഇവിടെ പരിപാടി? ഒന്നുമില്ലടി പെണ്ണെ, ഉത്സവമൊക്കെ വരല്ലേ. ഞാൻ ആ സെറ്റും മുണ്ടൊക്കെ ഒന്ന് കഴുകിയിടാലോ എന്ന് ഓർത്തിരുന്ന് തുറന്നതാ. അപ്പൊ ഇതേ എല്ലാം കൂടെ വാരി വലിച്ചിട്ടിരിക്കുന്നു. എങ്കിൽ പിന്നെ ഇതെല്ലാം ഒന്ന് അടക്കി പെറുക്കി വെക്കാന്ന് കരുതി. ഇത് ആൽബാണോ? ആ, എങ്കിൽ ഒന്ന് നോക്കിയിട്ട് തന്നെ കാര്യം. വാടി മാളൂ. എന്ത് രസാടി നിന്നെ കാണാൻ. എന്ത് ചെയ്യാൻ, ഞാൻ പണ്ടേ സുന്ദരിയാ. പൊങ്ങി പോവണ്ട, ഞാനൊരു ഫ്ലോയിലങ്ങ് വാങ്ങുന്നേ ഉള്ളൂ. ഇത് വാങ്ങിയാലല്ലേ? ഏട്ടനെ നോക്ക്. ചേടാ, ഇത്രയും കൊല്ലം ഞാനിവിടെ വന്നിട്ട് ഈ ഫോട്ടോ ഒന്നും ഞാൻ കണ്ടില്ലല്ലോ. ഈ ആൽബം അമ്മയുടെ വീട്ടിലായിരുന്നു, ഞാൻ വന്നപ്പോഴാ കൊണ്ടുവന്നേ. കുട്ടിവാദ്യാലും കൊള്ളാം. എന്താണ് നിങ്ങളമ്മ ഈ കുത്തിയിരുന്ന് നോക്കുന്നത്? ആ ചിരി കണ്ടിട്ട് എന്തോ വശപ്പശതുണ്ടല്ലോ. വാ നോക്കാം. ഇത് അവനാണോ? ആ, ഇത് ഏട്ടൻ, ഇത് കിച്ചിയേട്ടൻ, ഇത് രാമൻകുട്ടി. അയ്യേ, അവൾമാര് പഴയ ആൽബം പൊക്കിയടാ. അതിങ്ങ തന്നെ. അയ്യടാ, നോക്കിയിരുന്നു, ഇപ്പൊ തരാം. അനന്തു, പിടിയടാ അവളെ. അവളുടെ ആ ഫോട്ടോ കിട്ടുന്നതും മഞ്ഞപ്പത്രത്തിൽ വരുന്നതും ഒരേപോലെയാ. രാമകുട്ടി, വേണ്ട. വേണ്ടെങ്കിൽ ആൽബം ഇങ്ങതാ. പറ്റൂല, ഇതില് പല രഹസ്യങ്ങളുണ്ട് മോനെ. ഇന്ന് അതെല്ലാം ഞാൻ ചുരുളഴിച്ചെടുക്കും. നിക്കടേ അവിടെ. കിച്ച, വെറുതെ എന്റെ പിന്നാലെ ഓടണ്ട, കിട്ടൂല. എന്നെ കൊണ്ട് ഇനി ഓടാൻ പറ്റൂല. എനിക്കിനി പറ്റൂല. ആ കുരിപ്പിനൊടുക്കത്തെ സ്റ്റാമിനയാടാ. എടാ മാധു, ഇനി കുറച്ചു നേരം നീ ഓട്. എടാ, നമ്മളെ മാനം കപ്പല് കയറണ്ടെങ്കി നീ ഇടപെടടാ. അതെ, അവളത് മൊത്തം പബ്ലിക്കാക്കും. ഇവരിതെന്ത് കറങ്ങി കളിക്കുന്നോ? അവളുടെ കൂടെ കിടന്ന് കറങ്ങാൻ തുടങ്ങി വാങ്ങിക്കട പൊട്ടാ. ഞാൻ കണ്ടു.
എന്ത്? അല്ല, ഞാനെല്ലാം കണ്ടു. അവള് കണ്ടു കാണും. നാണക്കേട്. അല്ലെങ്കിൽ ഇപ്പൊ അതിനെന്താ, അത് കുഞ്ഞിലത്തെ ഫോട്ടോ അല്ലേ? എന്നാലും രേവമ്മേ, പൂമുഖത്തേക്ക് ഒരു ബ്ലാക്ക് ടീ. ആർക്കടാ ഈ നേരത്തെ ചായ വേണ്ടത്? ചായ അതൊരു വികാരാണ്. അതെപ്പോ കിട്ടിയാലും അപ്പൊ കുടിക്കണം. അതാണ്ട മലയാളി. നിനക്കൊരു മാറ്റം ഇല്ലല്ലോടാ. ആര് പറഞ്ഞു? ദേ കഷ്ടപ്പെട്ട് ഉരുട്ടി കയറ്റി മസിൽ നോക്ക്. ഫെയർ ആൻഡ് ലവ്ലി തേച്ച് വെളുപ്പിച്ച് സ്കിന്ന് നോക്ക്. ഫാഷൻ സെൻസ് തുളുമ്പി നിൽക്കുന്ന ഡ്രസ് നോക്ക്. ഞാൻ ഇത്രയും ഹാൻസം ആയി തിരിച്ചു വന്നിട്ട് ഒരു മാറ്റമില്ലെന്ന് മാത്രം പറയരുത്. മാധു, നിനക്കിതിലും വലുതൊന്നും വരാനില്ലടാ മോനെ. ഏയ്, അതമ്മന്റെ വെറും തോന്നല. ഇപ്പൊ വന്നതിനേക്കാൾ വലുതൊരെണ്ണം ട്രെയിൻ പിടിച്ച് വന്നിട്ടുണ്ടല്ലോ. അപ്പൊ ഇവനൊക്കെ ശിശു. ഇയാളെ ഇന്ന് ഞാൻ. കുഞ്ഞേച്ചി റിലാക്സ്, നമുക്ക് പ്ലാൻ പോടലാം. കിച്ചു, നീ എന്താടാ ഒന്നും മിണ്ടാതെ നിൽക്കണേ? എന്തേലും പറയാൻ ഇവനൊരു ഗ്യാപ്പ് തരണ്ടേ? നിങ്ങൾ രണ്ടും ഒരുപാട് മാറി. നിന്നെ കാണുന്ന ദേവടനെ പോലെ തന്നെയാണിപ്പോ. ഇവനാണെങ്കിൽ ചിത്രയെ പോലെ. എന്റെ പൊന്നു രേവമ്മേ, എല്ലാവരും ഇപ്പൊ ഇത് തന്നെയാ പറയുന്നേ. ആടാ, നീ ഇപ്പൊ ദേവേട്ടനെ പോലെ തന്നെയായി. ഇതിപ്പോ നീയാണോ കുഞ്ഞിനാണോ ദേവേട്ടന്റെ കൊച്ചെന്ന് തോന്നുമല്ലോ. പറ്റില്ല, ഞാൻ സമ്മതിക്കൂല. ഇവരെന്റെ അച്ഛനെ അമ്മേനെ കോപ്പി അടിച്ചതാ. ഇതേ കണ്ടോ, ഈ കാര്യത്തിൽ ഇവക്ക് ഞങ്ങളോട് നിസ്സാര കുശുമ്പൊന്നും അല്ലുള്ളത്. അവൾ അച്ചക്കുട്ടിയില്ലേ, പിന്നെ കുശുമ്പ് തോന്നാതിരിക്കോ? പിന്നെ അവൾക്ക് ചിത്രയുടെ ഭംഗിയാ കിട്ടിയേക്കണേ. അവളുടെ അച്ഛന്റെ ഷേപ്പാണ് എനിക്ക് എന്ന് പറഞ്ഞ് എന്നെ കോപ്പി ക്യാറ്റെന്ന് വരെ വിളിക്കുന്നുണ്ട്. കുരുപ്പ്. അപ്പൊ എന്നെയോ? ഞാൻ ഇനി കേൾക്കാനൊന്നും ബാക്കിയില്ലടേ. അതെ, അതങ്ങനെ തന്നെയാ, കോപ്പി കാറ്റ്. ആ പിന്നെ എല്ലാരും വന്നേ. ഇന്ന് ഉച്ചക്കത്തെ ഫുഡ് അവിടെ നിന്നാ. അത് മുത്തശ്ശി സ്പെഷ്യൽ. അങ്ങനെ കാത്തിരുന്ന ഉത്സവം അടുത്തു. നീ ഓർക്കുന്നുണ്ടോ കൃഷ്ണ? നീയും ദേവനൊക്കെ ചേർന്ന് നടത്തിയ ഉത്സവമൊക്കെ. പിന്നെ അതൊക്കെ മറക്കാൻ പറ്റുമോ അമ്മേ? ഡേ, ഇവന്മാരെ പോലെ തന്നെയല്ലായിരുന്നു ഞങ്ങളും. എന്ത് രസമായിരുന്നു സമയമൊക്കെ. ജോലി കിട്ടി അവൻ ചെന്നൈക്ക് പോകുമ്പോ ഉത്സവമൊക്കെ നമ്മൾ ഇങ്ങനെ ആഘോഷാക്കിയിരുന്നതാ. എന്റെ കുട്ടികൾ ഇവിടെ ഇല്ലല്ലോ എന്നൊരു വിഷമം എനിക്കേ ഉള്ളൂ. അതിലല്ലേ ഞങ്ങൾ വന്നത് അല്ലേടി? പിന്നല്ല. ഡോണ്ട് വറി അമ്മൂട്ടി, നമ്മൾ ഇത്തവണ കലക്കും. നീ വീട്ടില് പോയിരുന്നു അനന്തു? ഒന്ന് പോയി മുഖം കാണിച്ചിട്ട് വന്നു. ഇവൻ ഇപ്പൊ ഇവിടെ തന്നെയായി. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഇവരുടെ നിർബന്ധത്തിന് വഴങ്ങി ഇവൻ ഇവിടെ കൊണ്ടു നിർത്തി പഠിപ്പിക്കുമ്പോ ഇവന്റെ അച്ഛനും അമ്മയും ഓർത്ത് കാണില്ലായിരിക്കും അവൻ എന്നേക്കുമായിട്ട് ഇങ്ങോട്ട് പറിച്ചു നട്ടതാണ്. അന്നെന്ത് ബഹളായിരുന്നു എല്ലാം കൂടെ. അവസാനം എല്ലാത്തിനെയും പിടിച്ച് ഒരേ സ്കൂളിൽ ചേർത്തപ്പോഴാ സമാധാനായ. ശരിയാ, പിന്നെ എന്തൊക്കെയാ ഇവരിവിടെ കാണിച്ചു കൂട്ടിയത്. നീ അതൊക്കെ ഓർക്കണുണ്ടോ രേവതി? അയ്യോ, മറക്കാൻ പറ്റുമോ? ദേ മാധു, അവൻ ഇപ്പോഴത്തെ പോലെ ഒന്നല്ലായിരുന്നല്ലോ അന്ന്. എന്ത് കുരുത്തക്കേട് ഒപ്പിക്കാനും ഇവന്മാരുടെ മുന്നിൽ തന്നെ ഉണ്ടാവും. കണ്ണ് തെറ്റിയ ഏതേലും പാടത്ത് അല്ലെങ്കിൽ പറമ്പില്. ഇങ്ങേരോ? നീ മാടു, സത്യാണോ? ആ, എനിക്കറിഞ്ഞൂടാ. ഞാനന്ന് ശിശുവായിരുന്നു. സത്യം പറഞ്ഞാ ഞാൻ വിചാരിച്ചതേ അല്ല ഇവനിങ്ങനെ ഒരു സ്കൂൾ മാഷാവുന്നെന്നും. അമ്മ, എന്താടാ, ഞാൻ സത്യല്ലേ പറഞ്ഞേ? അതെ അതെ, പഠിപ്പെല്ലാം കഴിഞ്ഞ് കിച്ചു ചെന്നൈക്ക് പോകുമ്പോ ഇവനും കൂടെ പോകുന്ന ഞാൻ കരുതിയില്ല. പിന്നെ ആർക്കും ഒരു ചേഞ്ച് ആഗ്രഹമില്ലാത്തത്? ഇവനെ നോക്ക്, ഞങ്ങൾ അന്ന് വിളിച്ചതാ. അപ്പൊ നാട്, വീട്, സ്കൂള്, ക്ലബ്ബ്, അമ്പലം എന്നൊക്കെ പറഞ്ഞ് വരാണ്ടിരുന്നിട്ടല്ലേ? അല്ലെ ഇവന് ഞങ്ങളുടെ കൂടെ ഇപ്പൊ നടക്കേണ്ടതാ. എന്റെ പൊന്നേ വേണ്ട, നമ്മള് പോവാ സ്കൂൾ മാഷ്. ഇങ്ങനെ ജീവിച്ചു പൊക്കോട്ടെ. എന്തൊക്കെ പറഞ്ഞാലും കുറെ നാളോടി ഇവിടെ വരുമ്പോഴാ നാടിന്റെ വിലയൊക്കെ അറിയുന്നത്. അതാണ്. ആ, നേരം കുറച്ചായില്ലേ ഇരിക്കണു. ഞാനൊന്ന് കിടക്കട്ടെ. ആ, എന്നാ അമ്മ കിടക്കും, ഞങ്ങളും അങ്ങ് ഇറങ്ങിയേക്കാം.
നിർത്തിക്ക്. ഒരു 5 മിനിറ്റ് കിട്ടിയ ഇതേ കുത്തിയിരുന്നോണം എല്ലാം. എന്ത് ചെയ്യാൻ, ഫാൻസ് വെയിറ്റിംഗ് ആണ് മോനെ. നിന്നെ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നീ അവനെ നന്നാക്കാൻ നോക്കണ്ട മോനെ സ്കൂൾ മാഷേ, നടക്കില്ല. എനിക്ക് അങ്ങനെ ഒരു ഉദ്ദേശമേ ഇല്ല. നല്ല കാറ്റുണ്ടല്ലേ? കാറ്റ് മാത്രല്ല, ഇതേ മഴയും പെയ്തു. പിന്നൊരു കാര്യം, ആരെങ്കിലും മഴ കഴിയാതെ ഇവിടുന്ന് പുറത്തേക്ക് അങ്ങനെ ഇറങ്ങിയ നീ അൽഫം എന്ന് വെച്ച. ഗുഡ് ആഫ്റ്റർനൂൺ എവ്രിവൺ. ഉച്ചയോട് കഴിഞ്ഞിരിക്കുന്ന സമയമാണ്, സൺഡേ ആണ്. സ്റ്റുഡിയോ ക്ലോക്കിലെ സമയം 2 മണി കഴിഞ്ഞിരിക്കുമ്പോൾ ദിസ് ഇസ് മീ ആർജി ടീൻ അവർ സൺഡേ വൈബ്സ്. സോ ഇന്ന് നമ്മൾ ടോക്ക് ചെയ്യാൻ പോകുന്ന വിഷയം മീൻസ് ഹിഡൻ ലവ്. ഹിഡൻ ലവ് എന്ന് കേട്ടപ്പോൾ ഞാൻ ഇത് പറഞ്ഞു ആരൊക്കെയോ മനസ്സിൽ കൂടെ ഇപ്പൊ പാസ് ചെയ്തില്ലേ? യാ, ഐ നോ. ലൈഫിൽ ഒരിക്കലെങ്കിലും നമുക്കൊരാളോട് ഇഷ്ടം തോന്നിയിട്ടുണ്ടാവില്ലേ? ബട്ട് സിറ്റുവേഷൻസ് കൊണ്ട് അതിനെ ആരും അറിയാതെ ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ പുസ്തകത്തിനകത്ത് ഒളിപ്പിച്ച് വെച്ച മയിൽപ്പീലി പോലെ ദൂരെ നിന്നെങ്കിലും അയാളെ കാണുമ്പോൾ ഉണ്ടാവുന്ന ബാക്ക്വീൽ, ഹൃദയമിടിപ്പ് കൂടുന്നത്, അറിയാതെങ്കിലും ചിരിച്ചു പോകുന്നത്, അവരറിയാതെ നോക്കി നിൽക്കുന്നത്, ഇങ്ങനെ ഒരുപാട് കള്ളക്കളികൾ നടക്കുന്ന ഒന്നല്ലേ ഈ ഹിഡൻ ലവ്. എനിക്ക് നിന്നെ സ്നേഹിക്കാൻ നിന്റെ പോലും സമ്മതം വേണ്ട എന്ന് പറയുന്നത് പോലെയല്ലേ ഈ പറയുന്ന ഹിഡൻ ലവ്. തിരിച്ചു കിട്ടില്ല എങ്കിൽ ശരി, എന്റെ പ്രണയം അത് നീ മാത്രമായാൽ മതി എന്ന് പറയുന്നതല്ലേ ഹിഡൻ ലവ്. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ എവിടെയോ പൊട്ടിക്കെട്ടി വെച്ച ചില മെമ്മറീസ് പൊടി തട്ടി പുറത്തു വന്നില്ലേ? അപ്പൊ നേരെ ഫോണെടുത്ത് വിളിച്ചു. വ്യത്യസ്തമായ ചില നല്ല അനുഭവങ്ങൾ കേൾക്കാൻ ഞാനിവിടെ റെഡിയാണ്. 2324-939 എന്ന നമ്പറിലേക്ക് ഇപ്പൊ തന്നെ വിളിച്ചു. ആൻഡ് നിങ്ങൾ നിങ്ങളുടെ ബ്യൂട്ടിഫുൾ മെമ്മറീസ് പറയാൻ റെഡി ആയിക്കോ. Till then, let's take a song break. Here comes a beautiful track from Karakatam. This is 93.5 Red FM. കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ. ஒன்ன மறந்திருக்க ஒரு பொழுதும் அறிய எம்மா கண்ணி முகத்தை விட்டு வேறெதையும் தெரிய வங்கத்தில விளைஞ்ச மஞ்ச கிழங்கெடுத்து உரசி எம்மா இங்கு மங்கும் பூசி வரும் எழிலிருக்கும் அரசி குடியிருப்போம் குண்டு கிளிய கொஞ்சி கிடப்போம் வாடி வெடியே ஜாட சொல்லித்தான் பாடி அழைச்ச சம்மதம்னு சொல்லு கிளியே சாமத்தில வார எம்மா சாமந்தி புத்தார கோவப்பட்டு பார்த்தா எம்மா வந்த வழி போற சந்தனங்கரைச்சி பூசணும் எனக்கு முத்தையங்கணக்கு மொத்தமும் உனக்கு. മനുഷ്യന് പറ്റാക്കൊന്ന് ചത്തേനല്ലൂടെ. ഈ റിംഗ് ടോണാ അച്ഛ? കുഞ്ഞാ, എന്താണ് പരിപാടി? വെറുതെ ഇരിക്കാ. കഴിച്ചോ നീ? ആ അച്ഛ. ആ, കുറച്ചു മുന്നേ കഴിച്ചേ ഉള്ളൂ. നമ്മളെ കൂടെ ഒന്ന് മൈൻഡ് ചെയ്യ പോലീസുകാരാ. ഡാടാ, നീയും അങ്ങ് എത്തിയല്ലേ? പിന്നെ വരാതെ പറ്റുമോ? ദേവി വിളിച്ചപ്പോ പറഞ്ഞിരുന്നു. നിങ്ങളും കൂടെ വേണമായിരുന്നു. നിങ്ങളെല്ലാവരും ഉണ്ടല്ലോ, പിന്നെന്താ. അല്ല, അനന്തു എവിടെ? ഫാൻസ് ആണെന്ന് പറഞ്ഞ് ഏതോ പെമ്പിള്ളേർക്ക് മെസ്സേജ് ഒക്കെ അയച്ചിരിപ്പുണ്ട്. അത് ശരി. പിന്നെ ഉണ്ടല്ലോ അച്ഛേ, എനിക്ക് ഇവിടെയുള്ള ചിലരെ പറ്റി കുറച്ച് സീക്രട്സ് ഒക്കെ പറയാനുണ്ട്. എന്ത് സീക്രട്ട്? അതെ, എന്ത് സീക്രട്ട്? കഴിഞ്ഞ മാസം സെൻട്രൽ മോളില് അതൊന്നുമല്ല മാമ, ഇവള് വെറുതെ. വെറുതെയാ അച്ഛേ? ഞാൻ പറയാം. കുഞ്ഞാ നോ. കുഞ്ഞ യെസ്. നിക്കടി അവിടെ. ഏട്ടാ മോനെ കിച്ചു, നീ ഒന്ന് ഇങ്ങോട്ടേക്ക് വന്നേ. വരുന്ന മുത്തശ്ശി. എന്താടാ, നീ അവനെ ചുമ്മാ വട്ടി പിടിപ്പിക്കുകയാണല്ലേ? ഇതൊക്കെയല്ലേ ഒരു രസം. ഹലോ സൂര്യമ്മ, എപ്പി ഇருக்கு ചെല്ല കുട്ടി? ഏയ് എങ്കടി ഒരു പോക്കോട്ടൊരു വിവരമില്ലല്ലോ. എന്റെ പൊന്നു മോളെ, നല്ല ബിസിയായിരുന്നു. നിനക്കറിയാലോ, നാട്ടിൽ വന്നാ ഞാൻ മാളൂന്റെ കൂടെ ആവുന്നു. ഓ അറിയാവേ. പിന്നെ പറ, എപ്പി ഇருக்கு? വിശേഷം ഇപ്പൊ നാട്ടിൽ ഉത്സവമാണ്. ഓ തുടങ്ങിയോ? ഏയ് അടുത്ത ദിവസം തുടങ്ങും. പിന്നെ ഉത്സവത്തിന് എന്താ പരിപാടി? ആളുടെ ഡാൻസ് ഉണ്ട്, പിന്നെ എന്റെ ഒരു പാട്ട്. നിജമാവാ?
ഏയ് സുമ്മാ പോയി സൊല്ലാതെ. ഉണ്ടെന്നേ. കടവുളെ, ഞാൻ എന്തായി കേക്കണേ? ഇന്ന് സൂര്യൻ പടിഞ്ഞാറാണോ ഉദിച്ചത്? ഏയ് വേണോ? പിന്നല്ലാതെ. ഇപ്പൊ ഒരു പാട്ട് പാടുന്നതിന് പിന്നാലെ നടന്നാലും പാടാത്ത നീ ഒരു സ്റ്റേജിൽ കയറുന്നെന്ന് പറയുമ്പോ ഞാൻ എന്താ പിന്നെ പറയണ്ടേ? ഇത് കൃഷ്ണത്തിനൊക്കെ പറഞ്ഞോണ്ടാ. അബ്ദിയാ, എങ്ങനെ കാവ്യമാധവൻ എനിക്കൊരു പാട്ട് പാടിത്താ. കാവ്യമാധവനോ? ഒരു ഫ്ലോയിൽ വരുത് ബേബി. நல்லா இருக்குல்ல? நல்லா இருக்கு. நீ அப்படியே கண்டினியூ பண்ணிக்கோ. അല്ല, നിനക്കിപ്പോ ഏത് പാട്ടാ കേൾക്കണ്ടേ? നിന്റെ മാസ്റ്റർ പീസ് കണ്ണാമൂച്ചി എന്നട. കുറഞ്ഞതൊന്നും പിടിക്കരുത് കേട്ടോ. ഫ്ലോ കളയാതെ പാടടി. മാധു, ആ ചന്ദ്രൻ എന്നെ എന്തെങ്കിലും ഏൽപ്പിച്ചായിരുന്നോ? അത് അയ്യോ, അത് കിച്ചുവിന്റെ കയ്യിലാ. ഞാനിപ്പോ അത് വാങ്ങിയിട്ട് വരാം. ആ ശരി. ഏണ്ടി നല്ല രസം പിടിച്ചു വരുമായിരുന്നു. എടി 1 സെക്കൻഡ്, ഞാനിപ്പോ വിളിക്കാം. അതെ വാദ്യാരേ, ഒളിഞ്ഞു നിന്നെന്റെ പാട്ട് കേൾക്ക. എന്നോട് പറഞ്ഞ ഞാൻ പാടിത്തരൂലേ? അയ്യന്റെ മോളെ, അതിനാര് കേട്ടു നിന്റെ പാട്ട്? ഞാൻ ഇതുവഴി പോയപ്പോ എന്താന്നറിയാൻ ജസ്റ്റ് ഒന്ന് നോക്കി, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ? ആ, അത്രേ ഉള്ളൂ. മുഖത്ത് നോക്കി കള്ളം പറയുമ്പോൾ ഈ ആറ്റിറ്റ്യൂഡ് വിടരുത് കേട്ടോ. നിനക്കിപ്പോ എന്താ വേണ്ടേ? ഞാൻ നിന്റെ പാട്ട് കേൾക്കാൻ നിന്നതാണോ എന്ന് നിനക്കറിയണം. എന്നാ കേട്ടോ, ഞാൻ അത് കേൾക്കാൻ വന്നതല്ല. പിന്നെ ഇതിനേക്കാൾ നന്നായിട്ട് പാടുന്ന ആൾ എനിക്കുള്ളപ്പോ ഞാൻ എന്തിനാ നിന്റെ പാട്ട് ഒളിഞ്ഞു കേൾക്കുന്നേ? ഓ, അങ്ങനെ ഒരാളുണ്ടോ? ആ, അങ്ങനെ ഒരാളുണ്ട്. എന്നോട് ചുമ്മാ വഴക്കുണ്ടാക്കാൻ വേണ്ടി ഇല്ലാത്ത ആളെയൊന്നും കൊണ്ടുവരണ്ട. ആര് പറഞ്ഞു ഇല്ലാത്ത ആളാണെന്ന്? എന്നും എനിക്കുള്ള പാട്ട് അയച്ചുതരാൻ എനിക്കും ആളുണ്ടടി, മരം കേറി. ഏയ്, അങ്ങനെ ഒരാള് ഇത് ചുമ്മാ തള്ളു. ഡാ, എത്ര നേരമായി ഇതിനകത്ത് കയറിയിരിക്കുന്നു? വാ, നമുക്കൊന്ന് പുറത്തേക്ക് ഒന്ന് പോയിട്ട് വരാം. ഡി, ഞങ്ങളൊന്ന് പുറത്തേക്ക് പോവാം. നിങ്ങൾ വരണോ? ഇപ്പൊ എന്തിനാ ഇറങ്ങിയിട്ട്? കുറച്ച് മുന്നേ അല്ലായിരുന്നു ഇറങ്ങിയിട്ടുണ്ട്. അപ്പോഴല്ലേ മഴ ഉണ്ടായിരുന്നത്. എന്നെ നോക്കി ആരും പേടിപ്പിക്കൊന്നും വേണ്ട. ഞാൻ അങ്ങനെ പേടിക്കൊന്നുമില്ല. ഞാനാണല്ലോ കുറച്ചു ദിവസം മുന്നേ പനി പിടിച്ച് കിടന്നത്.
ഒരിക്കൽ പനി വന്നു വെച്ച് എപ്പോഴും വരണം നിർബന്ധമുണ്ടോ? ഇവളെ ഇന്ന് ഞാൻ വിട്ടുകളയുടെ മാധു, ബുദ്ധിയില്ലാത്ത കുട്ടി എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് നീ ഇങ്ങനെ സീരിയസ് ആകാവോ? തമ്പോടും രാമൻകുട്ടി. ഡി ആ ബെസ്റ്റ്. ഇനി നിങ്ങൾ രണ്ടും കൂടെ തുടങ്ങിക്കോ. ഏട്ടാ പ്രാക്ടീസ് ഉള്ളതാ, കുട്ടികളൊക്കെ വരും. മഴ പെയ്ത് മൊത്തം ചളിയായി കിടക്കാം. നിങ്ങൾ അവിടെ പോയി പ്രാക്ടീസ് ചെയ്യാനാ? എങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആ വായനശാലയിൽ പോവാം. അതാകുമ്പോ നിങ്ങളുടെ പ്രാക്ടീസും നടക്കും, വേറെ പ്രശ്നമൊന്നുമില്ല. എങ്കിൽ മാളു, നീ പോയി പിള്ളേരെ വിളിച്ചിട്ട് വാ. ആ ഓക്കെ, ഞാൻ അവരെ പോയി വിളിച്ചിട്ട് വരാം. ദേ ഐസ്ക്രീം. മഴയത്തിറങ്ങാൻ പാടില്ല എന്നല്ലേ റൂളുള്ളൂ, ഐസ്ക്രീം കഴിക്കാൻ പാടില്ല എന്നില്ലല്ലോ. വാടി മാളു. കറക്റ്റ്. തണുപ്പത് കഴിക്കണം, അതാണ് അതിന്റെ ഒരു ഇത്. കം ഫോളോ മീ. ദേ വേണ്ട. ദേ നല്ല തണുപ്പുള്ള സമയമാണ്, ഇനി ഇതും കഴിച്ച് ഓരോന്ന് വരുത്തി വെക്കണ്ട. ഉത്സവ വരാൻ പോകുന്നത്. ആ അത് കറക്റ്റ്. വെറുതെ കോൾഡ് പിടിപ്പിക്കണ്ട കുഞ്ഞാ, നിനക്ക് പാട്ട് പാടാൻ കൊള്ളാം. അപ്പൊ ഇതൊന്ന് ചെയ്യും. കൊണ്ട് ഫ്രിഡ്ജിൽ വെക്ക്. പിന്നെ ബിരിയാണി കൊണ്ട് വെച്ചിട്ട് കഴിക്കരുതെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? നിനക്കല്ലേ പാടാനുള്ളൂ, ഞങ്ങൾക്കില്ലല്ലോ. അപ്പൊ ശരി, ഞങ്ങള് കഴിക്കട്ടെ. ദുഷ്ടൻ. മാളു, ഞാൻ വീട്ടിലേക്ക് പോണേ. ആ ഓക്കെ. ഓ നശിപ്പിച്ച്. ഞാൻ കേട്ടതാണല്ലോ പെണ്ണിന്റെ സൗണ്ട്. ഇനി എന്റെ തോന്നലായിരിക്കുമോ? ഓ ഒന്നും മനസ്സിലാവുന്നില്ല ഭഗവാനെ. ചേടാ ഇതെന്താ ഉറക്കം വരുന്നില്ലല്ലോ ഈശ്വര. 1 2 ഇങ്ങോട്ടാ. ഈ മുതൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതെനിക്കുള്ള പണിയാണെന്ന് എനിക്ക് അപ്പോഴേ അറിയാറുണ്ട്. ഇപ്രാവശ്യം ഞാൻ കാണിച്ചു തരാടി കുഞ്ഞേച്ചി. ഉണ്ടാക്കി ഇങ്ങോട്ടാ. നീ കേക്കണില്ലേ? പറ കുഞ്ഞേച്ചി. എന്നാലും അങ്ങേർക്ക് എങ്ങനെ എന്റെ മുഖത്ത് നോക്കി എങ്ങനെ പറയാൻ തോന്നി? കാര്യാതെ കാര്യം പറ കുഞ്ഞേച്ചി. അങ്ങേര് പറയാ അങ്ങേർക്ക് വേറെ ഏതോ പെണ്ണ് പാട്ട് പാടി കൊടുക്കാനൊക്കെ എന്നുകൊണ്ടെന്ന്. ഓ അപ്പൊ അതാണ് കാര്യം. പ്രതികാരം
അത് വീട്ടാനുള്ളതാ. ഇത് ഞാൻ മുതലെടുക്കും. Oh my God, he cheat, he bloody cheat. അപ്പൊ ഉറപ്പിച്ചോ അതങ്ങയുടെ അവിഹിതം തന്നെ. കിമുട്ട നോ. But അതാണ് കുഞ്ഞേച്ചി ട്രൂത്ത്. അങ്ങേർക്ക് പാടി കൊടുക്കാനല്ല ഞാനിവിടെ ഉള്ളത്. അപ്പൊ അങ്ങേരതിനെ വേറെ പെണ്ണിനെ കൊണ്ട് പാടിപ്പിക്കുന്ന. ഇങ്ങനെ കരയാതെ കുഞ്ഞേച്ചി, എനിക്ക് സഹിക്കുന്നില്ല. കുഞ്ഞേച്ചി കമോൺ, ഇങ്ങനെ കരയാതെ അങ്ങോട്ട് പോയി ചോദിക്ക്. അല്ലേ അങ്ങനെ വിട്ടാ പറ്റുമോ? ഈ നട്ടപ്പാതിരക്കോ ഇതിനങ്ങനെ നീളം കാലൊന്നില്ല കുഞ്ഞേച്ചി. അങ്ങോട്ട് പോയി ചോദിക്ക്. ഇന്ന് രണ്ടിലൊന്നറിയാം. ആട്ടോണ്ട് സിസ്റ്റർ ഞാൻ എന്നെ കുഴി ചാടിക്കും. എന്നാലോചിച്ച് നിൽക്ക കുഞ്ഞേച്ചി. കമോൺ പോ. പോയി നോക്കല്ലേ. ചെല്ലങ്ങോട്ട്. അല്ലേലും കുഞ്ഞേച്ചിന് ആലോചിച്ച് നോക്കിക്കേ. ഇപ്പൊ സമയം എത്രയായില്ലേ? അങ്ങേർക്കെന്താ ഉറങ്ങാതെ എത്രയും നേരം പണി? അങ്ങോട്ട് നോക്കിക്കേ, ആ റൂമിൽ ലൈറ്റ് ഉണ്ട്. ഇത് മിക്കവാറും ആ പെണ്ണിനെ വിളിച്ചിരിക്കുകയായിരിക്കും. I'm damn sure. ആഹാ, അവിഹിതം അത് ഞാൻ വെച്ചുറപ്പിക്കില്ല. ഇന്നൊന്നുകിൽ ഞാൻ അല്ലെങ്കിൽ അവള്. പോയി വിജയിച്ച് മടങ്ങി വരും മകളെ. നമ്മുടെ കുടുംബത്തിന്റെ സൽപ്പേര് വാനോളം ഉയർത്തും. അനുഗ്രഹിച്ചാലും കിമ്മൂട്ട. വിജയീ ഭവ. കിട്ടാനുള്ളതെല്ലാം വാങ്ങിച്ചോ. ഇങ്ങനെ ഒരു ബുദ്ധുസ്. അവിടെ എല്ലാരും കിടന്നല്ലോ. പിന്നെ അങ്ങയുടെ റൂമിൽ മാത്രം എന്തെങ്കിലും ലൈറ്റ്. ഇനി ആ പെണ്ണിനെ എങ്ങാനും വിളിക്കുവാണോ? അങ്ങനെ എങ്ങാനാണെങ്കിൽ കണ്ടുപിടിച്ചിട്ട് തന്നെ കാര്യം. എന്റെ ഈശ്വര, കണ്ട ചാത്തന്മാരും ഭൂതങ്ങളും ഒക്കെ ഇറങ്ങണ നേരത്തെ എന്റെ കടങ്കൈ. എന്നെ നീ തന്നെ കാത്തോണേ. മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് കുഞ്ഞാ കോൺസെൻട്രേറ്റ്. ഇതിപ്പോ എങ്ങനെയൊന്ന് കാണാ? ഡോർ ലോക്കായിരിക്കും. അപ്പൊ പിന്നെ got it. വഴിയും വാതിലും നീ തന്നെ തുറന്നു തരുവാണല്ലോ ഈശ്വര. ആഹാ, നല്ല ബെസ്റ്റ് സീൻ. ഞാനെന്താ ഉദ്ദേശിച്ച്, ഇവിടെ എന്താ നടക്കുന്നേ? എങ്ങനെ വാദ്യാരാണോ അത് ബോഡി ബിൽഡറോ? മസിലൊക്കെ ഉണ്ടല്ലോ. ഇതെവിടെ പോവാ? കാണുന്നില്ലല്ലോ. ഇനി വേറെ റൂമിലായിരിക്കോ കിടക്കുന്നേ? ഷേ, ഇതിപ്പാക്കി ഇമ്മൂട്ടം പറഞ്ഞ പോലെ ഒന്നും അല്ലല്ലോ. ഞാൻ വെറുതെ ഈ മനുഷ്യനെ തെറ്റിദ്ധരിച്ചു. അല്ല, അങ്ങേരെ എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ വിചാരിച്ചത്. ഇല്ല, ഞാനിങ്ങനെ വന്ന് നീ പാതിരാത്രി മരങ്ങേറ്റം തുടങ്ങിയോ? അത് പിന്നെ ഞാൻ നീ എന്താ ഇവിടെ, അതും ഈ നേരത്ത്? അത് പിന്നെ എനിക്കറിയില്ല ഞാനെങ്ങനെ ഇവിടെ വന്നേന്ന്. ഇനി ഇത് വല്ല സോമനാപുരസമല്ലായിരിക്കോ? ആയിരിക്കും. ഇതിനുള്ള മരുന്ന് എന്റെ കബോർഡിൽ ഇരിപ്പുണ്ട്. ഇടയ്ക്ക് ഞാൻ പിള്ളേരുടെ അടുത്ത് പ്രയോഗിക്കാറുള്ളതാ. ഇക്കണക്കിനാണെങ്കിൽ അത് നിനക്കും കൂടെ തരേണ്ടി വരും. അതെന്തോന്നു? നല്ല വള്ളിച്ചൂരൽ. അതൊന്നും വേണ്ട, ഞാൻ നല്ല കുട്ടിയാ. അയ്യോ, ഇങ്ങനെ നോക്കല്ലേ. നിങ്ങളോട് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്ക്. അതെ, മാതിയാരെ? അല്ല, മാധവേട്ടാ.
പഠിപ്പ് നിങ്ങൾക്ക് അത്ര നല്ലതല്ല എന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. ആണോ? ഇങ്ങനെ എന്നെ ചീത്തയാക്കും. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഞാൻ പോട്ടെ. നിക്കടി അവിടെ. അയ്യോ എന്റെ വാദ്യാരെ, സത്യമായിട്ടും അറിഞ്ഞോണ്ട് കേറിയതാ. എന്തിനാ? അത് പിന്നെ കള്ളത്തരങ്ങാനും പറഞ്ഞ? അത് ഞാൻ ഒന്നുമില്ല. ഒന്നുമില്ലേ? മുഖത്തേക്ക് നോക്കടി. ഇനി പറ, എന്തിനാ വന്നേ? സത്യം പറഞ്ഞ നിങ്ങളെ കാണാൻ. ഈ പാതിരാത്രിയോ? നിനക്ക് പേടിയൊന്നുമില്ലേ? അതൊക്കെയുണ്ട്, പക്ഷെ കാണണം തോന്നി ഇങ്ങ പോന്നു. ഇപ്പോഴേ ചികിത്സിച്ച ചങ്ങലക്കീടാണ് രക്ഷപ്പെടാം. ഓ ഞാൻ പോവാ. ഒന്ന് നിന്ന്. ഇത്രയും കഷ്ടപ്പെട്ട് എന്നെ കാണാൻ വന്നതല്ലേ, ഞാൻ കൊണ്ടാക്കി തരാം, വാ. ഇനി മേലെ ഇമാതിരി പരിപാടി കാണിച്ചേക്കരുത്. അതെ, ഞാനിപ്പോ പോണോ? ആ കയറിപ്പൊടി. ഗുഡ് നൈറ്റ് വാദ്യാരെ. ഡേ, ഇങ്ങേരത് ആരോടെ ഇത്ര ചിരിച്ചു കളിച്ച് സംസാരിക്കുന്ന? കഷ്ടമുണ്ട് കേട്ടോ. ആ കുറച്ച് കഷ്ടപ്പെടണം. ഇതൊരു നടക്ക് പോകൂല. അല്ല, നിനക്കെന്താ പരിപാടി? ചുമ്മാ. നീ ഞാൻ പറഞ്ഞ ആ ബുക്ക് വായിച്ചോ? വായിച്ചു. എന്നിട്ട് പറ, എങ്ങനെയുണ്ട്? കൊള്ളാം. അല്ലേലും മാധവ് മാഷിന്റെ സെലക്ഷൻ ഒന്നും മോശമാവൂലല്ലോ. അപ്പോ എനിക്കുള്ള ഇന്നത്തെ പാട്ട് പോരട്ടെ. എന്താടി മാറൂ? അല്ല, എന്താ ഒളിഞ്ഞു നോട്ടം? ഓ അതോ, നീ ഇതാങ്ങ് നോക്കിക്കേ. നിന്റെ പുന്നാര ഏട്ടൻ ഇങ്ങനെ ചിരിച്ചു സംസാരിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണാം. ആരോടെ ശൃംഗാരം? ഓ അതാണോ? ആ അത് തന്നെ. നിനക്കറിയാവോ അതാരാന്ന്? അത് നമ്മ. വെയിറ്റ്, എന്ത് തരും? എന്ത് തരണം? അത് ഞാൻ ടൈം ആവുമ്പോ പറഞ്ഞോളാം. ഓക്കെ, അത് നീ അപ്പ ചോദിച്ചോ. ഇപ്പൊ ഇതാരാന്ന് പറ. അത് അല്ലി ചേച്ചിയാ. അല്ലി ചേച്ചിയോ? അതാരാ? അലങ്കൃത മഹാദേവി.